ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സിലബസ് ബേസ്ഡ് ക്ലാസിന്റെ 11ാമത്തെ പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപെയുള്ള വീഡിയോസ് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി യൂറോപ്യന്മാരുടെ ആഗമനവും അവരുടെ സംഭാവനകളുമായി ബന്ധപ്പെട്ട് പോർച്ചുഗീസുകാരെ പറ്റിയും ഡച്ചുകാരെ പറ്റിയുമുള്ള ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ചുകാരെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തുകയും ഒടുവിൽ ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കുകയും ചെയ്ത യൂറോപ്യൻ ശക്തികളിൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ എന്ന പാരന്ത്രീസുകാർ. എന്താണ് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ കുറേ യൂറോപ്യൻ ശക്തികളെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ അല്ലെങ്കിൽ പാരന്ത്രീസുകാർ എന്ന് പറയുന്നത്. ഫ്രഞ്ചുകാർക്ക് മുൻപ് ഇന്ത്യയിലെത്തിയ വിദേശ ശക്തികൾ ഇംഗ്ലീഷുകാരായിരുന്നു. എന്നാൽ പഠനത്തിൻ്റെ എളുപ്പത്തിനായിട്ട് നമ്മൾ ഇംഗ്ലീഷുകാരെ പറ്റി പഠിക്കുന്നതിന് മുൻപേ ഫ്രഞ്ചുകാരെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, 1664 ലൂയിസ് 14 രാജാവിൻ്റെ ധനമന്ത്രിയായിരുന്ന ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ടിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനിയായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്താണ് 1664 ലൂയിസ് 14 രാജാവിൻ്റെ ധനമന്ത്രിയായിരുന്ന ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട്, പേരെന്താണ്, ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ടിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനിയായിരുന്നു ഏത്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയിലും പസഫിക് സമുദ്രത്തിലും വ്യാപാരം നടത്തുക, കോളനികൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഇന്ത്യയിലെത്തിയത്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയിലും പസഫിക് സമുദ്രത്തിലും വ്യാപാരം നടത്തുക, ഒപ്പം കോളനികൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തിയത്. അപ്പോൾ ഇതെന്നാണ് ഫ്രഞ്ചുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ചത്? 1664. ആരായിരുന്നു? ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട്. ആരാണ്? ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട്. ഇവരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവ. ഏതൊക്കെയാണ്? മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവയാണ് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രം. അതേസമയം തൊട്ട് മുന്നേ പഠിച്ച ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊല്ലവും കൊച്ചിയുമായിരുന്നു അല്ലേ. അതേപോലെ പോർച്ചുഗീസുകാരുടെ ആണെങ്കിലോ ഗോവ, ദാമൻ, ദിയു. ഓക്കെ, നമുക്ക് ഫ്രഞ്ചുകാരിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവ. 1725 കടത്തനാട്ട് രാജാവിൽ നിന്നും ഈ മാഹി എന്ന മയ്യഴി, മാഹിയുടെ മറ്റൊരു പേരെന്താണ്? മയ്യഴി. മാഹി എന്ന മയ്യഴി പിടിച്ചെടുക്കുവാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനായിരുന്നു ബെർട്രാൻഡ് ഫ്രാങ്കോയിഡ് മാഹി ഡിലെ ബേണേറ്റ്സ്. എന്താണ് 1725 കടത്തനാട്ട് രാജാവിൽ നിന്നും ഈ മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ബെർട്രാൻഡ് ഫ്രാങ്കോയിഡ് മാഹി ഡിലെ ബേണേറ്റ്സ് ആയിരുന്നു. പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവ. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം ഏതായിരുന്നു? മാഹി ആയിരുന്നു. ഓക്കെ, മാഹി എന്ന മയ്യഴിയാണ് കേരളത്തിലെ ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. അതിനായി അവർ 1724 അല്ലെങ്കിൽ 1725 എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 വർഷത്തിലൊരിക്കലാണ് മാഹിയിൽ ഫ്രഞ്ചുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത്. അപ്പം എന്താണ് 1724 അല്ലെങ്കിൽ 1725 മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? കോട്ട നിർമ്മിച്ചു. മാഹി ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്നതിനാൽ ബ്രിട്ടീഷ് പ്രദേശങ്ങളിൽ നിന്നും ഇതിനെ വേർതിരിച്ചിരുന്നത് മയ്യഴി പുഴയായിരുന്നു. അപ്പം എന്താണ് ഈ മാഹി എന്ന പ്രദേശം ആരുടെ അധീനതയിലായിരുന്നു? ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്നു. അതിനാൽ തന്നെ ഈ ഒരു പ്രദേശത്തെ ഇംഗ്ലീഷുകാരുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ച് സംരക്ഷിച്ചിരുന്നത് ഏതായിരുന്നു? മയ്യഴി പുഴയായിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് മയ്യഴി പുഴയെ അറിയപ്പെടുന്നത്. അപ്പം എന്താണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? മയ്യഴി പുഴയാണ്. അപ്പം ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ പ്രധാന ആസ്ഥാനം ഏതായിരുന്നു? പോണ്ടിച്ചേരിയായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ പ്രധാന ആസ്ഥാനം ഏതായിരുന്നു? പോണ്ടിച്ചേരിയായിരുന്നു. തിരിഞ്ഞു പോരുത്. കേരളത്തിലെ ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രമാണ് മാഹി എന്ന മയ്യഴി. അതുപോലെ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ പ്രധാന ആസ്ഥാനം ഏതായിരുന്നു? പോണ്ടിച്ചേരിയുമായിരുന്നു. ഓക്കെ, അതുപോലെ ഇന്ത്യയുമായുള്ള കച്ചവടത്തിന് പുറമെ ഇവർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് തെക്കേ ഇന്ത്യയുടെ കിഴക്കൻ പടിഞ്ഞാറൻ തീരങ്ങളിൽ നിന്നും അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിലായിരുന്നു. അപ്പോൾ എന്താണ് ഇന്ത്യയുമായി ഫ്രഞ്ചുകാർ കച്ചവടം ചെയ്യുന്നതിന് പുറമെ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്ത് പ്രവർത്തനത്തിലായിരുന്നു? തെക്കേ ഇന്ത്യയുടെ കിഴക്കൻ പടിഞ്ഞാറൻ തീരങ്ങളിൽ നിന്നും അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിലായിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മറ്റു വിദേശ ശക്തികളും ഇന്ത്യയിൽ ഉള്ളപ്പോൾ തന്നെയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കച്ചവട ആധിപത്യത്തിനായി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന ചില യുദ്ധങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. യുദ്ധങ്ങളുടെ ഒരു പരമ്പരയാണ് ഈ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തമിഴ്നാട്ടിലെ കർണാട്ടിക് പ്രദേശങ്ങളിലാണ് ഈ യുദ്ധങ്ങൾ കൂടുതലായിട്ടും നടന്നത്. അതിനാലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് ഈ ഒരു യുദ്ധത്തിന് പേര് വന്നത്. അപ്പം എന്താണ്? കച്ചവട ആധിപത്യത്തിനായി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും
ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ കർണാട്ടിക് പ്രദേശങ്ങളിലാണ് ഈ യുദ്ധങ്ങൾ കൂടുതലായും നടന്നത്. അതിനാലാണ് ഈ ഒരു പേര് വന്നത്. ഏത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്നൊരു പേര് ഇതിന് വന്നത്. 1746 മുതൽ 1763 വരെയുള്ള വർഷങ്ങളിലായി 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ഇതാണ് 1746 മുതൽ 1763 വരെയുള്ള വർഷങ്ങളിലായിട്ട് 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ഇംഗ്ലണ്ടും ഫ്രാൻസും കൊളോണിയൽ മേധാവിത്വത്തിനു വേണ്ടി ആഗോളതലത്തിൽ മത്സരിക്കുന്ന കാലമാണിത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സമയം ഇംഗ്ലണ്ടും ഫ്രാൻസും കൊളോണിയൽ മേധാവിത്വത്തിനു വേണ്ടി ആഗോളതലത്തിൽ മത്സരിക്കുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടും ഇവർക്ക് ഒരുപാട് കോളനികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്തുണ്ടാകുന്ന പോരാട്ടം, അതായത് ഇവർ തമ്മിൽ ഒരു സ്ഥലത്തുണ്ടാകുന്ന പോരാട്ടം മറ്റു പ്രദേശങ്ങളിലും സ്വാഭാവികമായും വ്യാപിച്ചിരുന്നു. ഇത്തരത്തിൽ യൂറോപ്പിലെ ആംഗ്ലോ ഫ്രഞ്ച് പോരാട്ടങ്ങളുടെ പ്രതിധ്വനിയായാണ് ഇന്ത്യയിൽ കർണാട്ടിക് യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. അപ്പം മറ്റെവിടെയോ നടന്ന യുദ്ധത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത്. 1740 യൂറോപ്പിലുണ്ടായ ഓസ്ട്രിയൻ പിന്തുടർച്ചാ അവകാശ യുദ്ധത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിലും ഒന്നാം കർണാട്ടിക് യുദ്ധം തുടങ്ങിയത്. അപ്പം എന്തിന്റെ ഭാഗമായിട്ടാണ്? 1740 യൂറോപ്പിലുണ്ടായ ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലും ഒന്നാം കർണാട്ടിക് യുദ്ധം തുടങ്ങിയത്. ഈ യുദ്ധം അവസാനിച്ചത് 1748 എക്സല ചാപ്പൽ സന്ധി പ്രകാരമാണ്. അപ്പം 1740 തുടങ്ങിയ യുദ്ധം 1748 എക്സല ചാപ്പൽ സന്ധി പ്രകാരമാണ് അവസാനിച്ചത്. ഈ സന്ധി പ്രകാരം തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് ഫ്രഞ്ചുകാരിൽ നിന്നും മദ്രാസ് ലഭിച്ചത്. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? കച്ചവട ആധിപത്യത്തിനായിട്ട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിൽ വെച്ച് യുദ്ധങ്ങൾ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രം എന്നോണമാണ് ഇന്ത്യയിലും കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുന്നത്. പ്രധാനമായിട്ടും 3 യുദ്ധങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 1746 മുതൽ 1763 വരെയുള്ള കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. അതിലൊന്ന് 1740 യൂറോപ്പിലുണ്ടായ ഓസ്ട്രിയൻ പിന്തുടർച്ചാ അവകാശ യുദ്ധത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന യുദ്ധമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒടുവിൽ 1748 എക്സല ചാപ്പൽ സന്ധി പ്രകാരം ഈ ഒരു യുദ്ധം അവസാനിക്കുകയും ഈ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ഫ്രഞ്ചുകാരിൽ നിന്ന് മദ്രാസ് ലഭിക്കുകയും ചെയ്തു. ഓക്കെ, അതുപോലെ രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 1754 വരെയാണ് നീണ്ടുനിന്നത്. അപ്പം എന്താണ് രണ്ടാം കർണാട്ടിക് യുദ്ധം? 1749 മുതൽ 1754 വരെയാണ് നീണ്ടുനിന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന് ശേഷവും ഇന്ത്യയിൽ ഇവർ ശത്രുത തുടരുകയും ഇതിൻ്റെ ഫലമായാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ എത്തിച്ചേർന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഒന്നാം കർണാട്ടിക് യുദ്ധം ഒരു സന്ധി പ്രകാരം, ഏത് സന്ധിയായിരുന്നു? എക്സല ചാപ്പൽ സന്ധി പ്രകാരം അവസാനിച്ചു എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഇവർ തമ്മിലുള്ള ശത്രുത എവിടെ തുടർന്നുകൊണ്ടേയിരുന്നു? ഇന്ത്യയിൽ തുടർന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഇവർ എത്തിച്ചേരുന്നത്. ഇത് 1754 പോണ്ടിച്ചേരി സന്ധി പ്രകാരം അവസാനിക്കുകയും ചെയ്തു. 1754 പോണ്ടിച്ചേരി സന്ധി പ്രകാരം അവസാനിച്ചത് ഏത് യുദ്ധമാണ്? രണ്ടാം കർണാട്ടിക് യുദ്ധമാണ്. തുടങ്ങിയത് എന്നാണ്? 1749. ഓക്കെ, അതുപോലെ മൂന്നാം കർണാട്ടിക് യുദ്ധത്തെ വാണ്ടിവാഷ് യുദ്ധം എന്നും അറിയപ്പെടുന്നു. ഇതാണ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തെ വാണ്ടിവാഷ് യുദ്ധം എന്നും അറിയപ്പെടുന്നുണ്ട്. 1758 മുതൽ 1763 വരെയാണ് ഈ ഒരു യുദ്ധം നടന്നത്. 1758 മുതൽ 1763 വരെ നടന്ന യുദ്ധം ഏതാണ്? മൂന്നാം കർണാട്ടിക് യുദ്ധം അല്ലെങ്കിൽ വാണ്ടിവാഷ് യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുകയും ഇതോടുകൂടി ഫ്രഞ്ച് ശക്തികൾ ഇന്ത്യയിൽ ക്ഷയിക്കാനും തുടങ്ങി. അപ്പം എന്താണ് മൂന്നാം കർണാട്ടിക് യുദ്ധം എന്ന വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ ആര് പരാജയപ്പെടുത്തി? ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. ഇതിനെ തുടർന്ന് ഫ്രഞ്ച് ശക്തികൾ ഇന്ത്യയിൽ ക്ഷയിക്കാനും തുടങ്ങി. അതോടൊപ്പം 1763 പാരീസ് ഉടമ്പടിയോടെയാണ് വാണ്ടിവാഷ് യുദ്ധം അവസാനിച്ചത്. അപ്പോൾ 1763 പാരീസ് ഉടമ്പടിയോടെ അവസാനിച്ച യുദ്ധം ഏതാണ്? വാണ്ടിവാഷ് യുദ്ധം എന്ന മൂന്നാം കർണാട്ടിക് യുദ്ധമാണ്. അതുപോലെ ഈ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാരുടെ മേധാവിത്വം ഫ്രഞ്ചുകാർ അംഗീകരിക്കുകയും തുടർന്ന് രമ്യതയിൽ തുടരാമെന്ന് ഫ്രഞ്ചുകാരുടെ ഉറപ്പിന്മേൽ ഫ്രഞ്ചുകാരിൽ നിന്നും പിടിച്ചെടുത്ത കുറേ സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാർ തിരിച്ചു നൽകുകയും ചെയ്തു. ഓക്കെ, സോ ഇത്രയുമാണ് പ്രധാനമായിട്ട് ഫ്രഞ്ചുകാരെ പറ്റി പഠിക്കാനുള്ളത്. കൂടാതെ 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോകുന്നത്. പിന്നീട് ഇവർ അടക്കി വാണ സ്ഥലങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് പിന്നീട് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് തുടങ്ങിയത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനിൽ നിന്നായിരുന്നു അല്ലേ? എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ആരാണെന്നാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? പോർച്ചുഗീസ്, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ. ഇത്രയും വീഡിയോസ് കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാരാരാണ്?
ഫ്രഞ്ചുകാരാണ്. സോ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഇവിടെ കഴിയുന്നില്ല. സോ ഇനി നമുക്ക് ഇംഗ്ലീഷുകാരെ പറ്റി പഠിക്കാനുണ്ട്. തുടർന്നും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ്സ് രൂപത്തിൽ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.